നമസ്കാരം. 2023 കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു അന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് അല്ലെങ്കിൽ സമൻസ് ചെന്നതായി നാം ഇതുവരെ കേട്ടിട്ടില്ല. അതായത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ശിവശങ്കറിനെതിരെയും സ്വപ്ന സുരേഷ് എന്ന ആ തട്ടിപ്പ് സംഘത്തിലെ അംഗമായിരുന്ന യുവതിക്കെതിരെയും ED അന്വേഷണ നോട്ടീസ്, അറസ്റ്റിന് വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ, നോട്ടീസ് നൽകുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനും ഉണ്ടായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ സ്വപ്ന സുരേഷിനെ തനിക്ക് അറിയില്ല എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത്. ശിവശങ്കറിന്റെ മേൽ സർവത്ര ആരോപണവും കെട്ടിച്ചമച്ച് ശിവശങ്കറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പുറത്തായി, അദ്ദേഹം ജയിലിലുമായി. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ED ഈ സമൻസ് അയച്ചപ്പോൾ ഈ സമൻസ് ആര് കൈപ്പറ്റി? എന്തുകൊണ്ട് ED ഈ നോട്ടീസ് നൽകിയെങ്കിൽ വിവേക് കിരൺ എന്ന അദ്ദേഹത്തിന്റെ മകനെ ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല? അദ്ദേഹത്തിന്റെ മകൻ ഈ കേസിൽ നോട്ടീസ് അയച്ചെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ശിവശങ്കറിനൊപ്പവും പ്രതിയായിരുന്നില്ലേ എങ്കിൽ അദ്ദേഹത്തിന്റെ മകനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല? അതിന്റെ തുടർ നടപടികളിലേക്ക് പോയില്ല. ഇത് ഇന്ന് കേരളത്തിലെ പൊതു സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. ഇതൊരു വലിയ ബോംബ് തന്നെയാണ്. 2023 സംഭവിച്ച ഒരു കാര്യം ഒരു വർഷം 2 കഴിയുന്നു. ഈ നിമിഷം വരെ പുറലോകം അറിഞ്ഞിട്ടില്ല, ഒരു പട്ടിക്കുഞ്ഞും അറിഞ്ഞിട്ടില്ല എന്ന് KC വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറയുമ്പോൾ ഈ പറയുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്ത് മറുപടി സമൂഹത്തിന് മുന്നിൽ പറയും? കേന്ദ്രം ഭരിക്കുന്ന ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർക്ക് എന്ത് മറുപടിയാണ്, കേന്ദ്രത്തിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? അപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്തെ ഭരണത്തലവനായ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ED നോട്ടീസ് അയക്കുമ്പോൾ, അതും കേന്ദ്ര ഗവൺമെന്റ് അയക്കുമ്പോൾ, കേന്ദ്രത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നിർമ്മല സീതാരാമന് ഇതിനെക്കുറിച്ച് അറിയില്ലേ? അപ്പോൾ അടിക്കടി കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് പോകുന്നതും മന്ത്രി നിർമ്മല സീതാരാമനെ കാണുന്നതും മറ്റു മന്ത്രിമാരെ കാണുന്നതുമൊക്കെ തൻ്റെ മകനും മകൾക്കുമെതിരെയുള്ള അന്വേഷണങ്ങൾക്ക് ഒരു തടയിടാനാണോ എന്ന ചോദ്യം സമൂഹം ചോദിക്കുന്നു. ഇവിടെ 2 വർഷമായ നോട്ടീസ് ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം മുഖ്യധാരാ മാധ്യമങ്ങളിലെ പത്രത്താളുകൾ വാർത്തയിലൂടെയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ തേടി, മുഖ്യമന്ത്രിയുടെ മകനെ തേടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മുഖ്യമന്ത്രിയെ തേടി മുഖ്യമന്ത്രിയുടെ മകനുള്ള നോട്ടീസ് വരുമ്പോൾ ഇതിന്റെ തുടർ നടപടികൾ ഇനി എന്താകും? തുടർ നടപടികൾ വേണ്ടതല്ലേ? ഇതിൽ അന്വേഷണം നടത്തേണ്ടതല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതല്ലേ? ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19 2025 മുതൽ കോടികളുടെ സ്വത്ത് കാണാതായി എന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ദേവസ്വം ബോർഡ് മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ കേരള സമൂഹത്തിന് കഴിയില്ല. കാരണം CPM ഭരിക്കുമ്പോൾ ഇങ്ങനെ ഇത് ഉന്നത തലങ്ങൾ അറിയാതെ കേവലം താഴെത്തട്ടിൽ മാത്രം നടക്കുന്ന ഒരു മോഷണമായിരിക്കും ഇതെന്ന് നമുക്ക് കേരള സമൂഹത്തിന് വിശ്വസിക്കാൻ കഴിയില്ല. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഈ കാര്യം, ഈ ഒരു ശബരിമല വിവാദം ഉണ്ടാകുന്ന ഈ അവസരത്തിൽ CPM-നകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. MV ഗോവിന്ദൻ എന്തോ പറയാതെ പോയി. സംസ്ഥാന സെക്രട്ടറി MA ബേബിക്ക് ഇതിൽ ഒന്നും പറയാനില്ലേ? ബാക്കി മന്ത്രിമാർക്കൊക്കെ ഇതിൽ എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഏതായാലും നാം ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ശിവശങ്കരനെ അറവുമാടാക്കി, രണ്ടാമത് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞു, മകളുടെ തട്ടിപ്പ്, മകന്റെ തട്ടിപ്പ്, ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നില്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും കളങ്കിത വ്യക്തിത്വമായി, അതും
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ഇങ്ങനെയുള്ള അപവാദങ്ങൾ കേൾക്കുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി പ്രതിരോധത്തിലാകുന്നു. CPM എന്ന് പറയുന്ന പാർട്ടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർച്ചയായും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. അതിൽ ഒന്ന് ശബരിമല സ്വർണ്ണപ്പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസും ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിട്ടുള്ള മകനെതിരെയുള്ള ED നോട്ടീസിനെ സംബന്ധിച്ചും ഇതിന് രണ്ടിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും. അതിനൊപ്പം തന്നെ കേന്ദ്രം എന്തുകൊണ്ട് ഈ നോട്ടീസ് നൽകിയ കാര്യം ഈ കഴിഞ്ഞ കേന്ദ്രത്തിലെ ഒരു നേതാക്കൾ പോലും ഈ നിമിഷം വരെ എന്തുകൊണ്ട് ഈ നോട്ടീസ് നൽകി ഈ കാര്യം പുറത്തറിഞ്ഞില്ല? BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ കീഴിലുള്ള അന്വേഷണ സംഘം നൽകിയ നോട്ടീസ് വിവരം എന്തുകൊണ്ട് അവരും പുറത്തു പറഞ്ഞില്ല? അപ്പോൾ ഇവിടെ ചില ഇടത് നിരീക്ഷകർ അല്ലെങ്കിൽ മറ്റു ഇടത് ചിന്തകർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കേരള സമൂഹം പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായി മാറുകയാണോ എന്ന സംശയം ഉണ്ടാകുന്നു.